പള്ളിയെക്കുറിച്ച് ഞാൻ എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടപ്പോൾ പള്ളി പിടികിട്ടി കാണുമല്ലേ. മൗണ്ട് കാർമൽ ചർച്ച്, മുണ്ടൂർ. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗംഭീര ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഫോണിലെടുത്തിട്ട് അവസാനമായപ്പോൾ കൈ അഴച്ചുപോയി. കാരണം അത്രയധികം ഡിസൈൻസ് ആണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് പഴയ മുണ്ടൂർ പള്ളി. ഇതിലെ എടുത്തു പറയേണ്ട പ്രത്യേകത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ സ്ക്രീനിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. മാറി മാറി വരുന്ന ഓരോ ലൈറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ വൈകുന്നേരം ഒരു 11:30-12 മണി ആകുമ്പോഴേക്കും പള്ളി അങ്കണം മുഴുവനും ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവനും ജനസാഗരം കൊണ്ട് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പാടുപെട്ടു കേട്ടോ. മറ്റ് ഡിസൈൻസ് ഒന്നും കൂടാതെ സകല പുണ്യാളന്മാരുടെയും ഫോട്ടോസും നമുക്കിവിടെ മാറി മാറി കാണാൻ സാധിക്കും. മാറി മാറി വീഡിയോ എടുത്ത സമയത്ത് ഈ 2 കുട്ടിക്കുറുമ്പികളുടെ വീഡിയോ അവരുടെ അമ്മ പകർത്തുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തോന്നി എനിക്ക് വീഡിയോ എടുക്കുന്നത് നല്ല ക്യൂട്ടായിട്ടില്ലേ. അതിൻ്റെ ഇടയിൽ നമ്മുടെ റെവറൻഡ് ഫാദർ ബാബു അപ്പാടൻ, പേപ്പനച്ഛനും പിന്നെ നമ്മുടെ കൊച്ചച്ഛൻ ഗോഡ്വിൻ അച്ഛനും കൂടി ഭയങ്കര ചർച്ചയാണ് പെരുന്നാളിനോടനുബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട്. പിന്നെ പള്ളിക്കകത്തേക്ക് പോയി. അകത്തെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അൾത്താരം മുഴുവനും മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ കുട്ടി കുട്ടി കൃബുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒത്തുകൂടി ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പെരുന്നാൾ കാണാനായി ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ. ഒറ്റ വാക്കി പറഞ്ഞ നല്ല A ക്ലാസ് പെരുന്നാളായിരുന്നു.